ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഇൻട്രാഡേയിൽ സപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്കിനെ ട്രേഡ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് 2021 സെപ്റ്റംബർ 6-ാം തീയതി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിലെടുത്ത ഒരു ലൈവ് ട്രേഡിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു സ്റ്റോക്ക് ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 40 ഷെയറുകളിലാണ് എൻട്രി കൊടുത്തിരിക്കുന്നത്. 463 രൂപ എൻട്രി പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. 462 രൂപയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൽ നല്ലൊരു സപ്പോർട്ട് സോൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മുകളിലേക്ക് 463 രൂപയിലേക്ക് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ എൻട്രി കൊടുക്കുന്ന രീതിയിലാണ് പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 461 രൂപ 462 രൂപയ്ക്ക് താഴെ വേണം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട്. 461 രൂപ, അതായത് 2 രൂപ എനിക്ക് റിസ്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്ലാനിൻ്റെ പുറത്ത് 461 രൂപ സ്റ്റോപ്പ് ലോസ് പ്രൈസായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇന്നത്തെ ഈ ഒരു ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 467 രൂപ വരെയൊക്കെയുള്ളൊരു ഇതിന് മുൻപ് നോക്കിക്കഴിഞ്ഞാൽ 467 രൂപ വരെ ഹൈ പോയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് 467 പോകാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ മിനിമം 465 രൂപ 1:1 എന്ന് പറഞ്ഞ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയിലെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിൽ 465 രൂപയെങ്കിലും മിനിമം കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു മെൻറ്റാലിറ്റിയോടു കൂടിയാണ് ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. 465 മുകളിൽ എത്ര കിട്ടിയാലും അത് നല്ല ലാഭം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി ഇന്ന് ഈ ഒരു എൻട്രി ഞാൻ എടുക്കുകയാണ്. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡ് വേയിലാണ് നിലനിൽക്കുന്നത്. പോസിറ്റീവ് മൂഡിലാണ്, സൈഡ് വേയിലാണ്, റേഞ്ച് ബൗണ്ടഡായിട്ടാണ്. അതുപോലെ തന്നെ മെറ്റൽ സെക്ടർ നോക്കിക്കഴിഞ്ഞാലും അതും മെറ്റൽ സെക്ടറും റേഞ്ച് ബൗണ്ടഡായിട്ടാണ് നിലനിൽക്കുന്നത്, പോസിറ്റീവിലാണ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല ഹിൻഡാൽകോ എടുക്കാനുള്ള റീസൺ നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡിന് അനുസരിച്ച് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസും ഒരു പോസിറ്റീവ് മൂഡിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും മെറ്റൽ സെക്ടറിലും ഒരു നല്ലൊരു ടോപ്പ് പെർഫോമറായിട്ട് നിൽക്കുന്ന സ്റ്റോക്കും ഇന്ന് ഇവരാണ്. ഇനി അതുമാത്രമല്ല, ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രാഡേ സപ്പോർട്ട് 462 റേഞ്ചിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ആ ഒരു റേഞ്ചിനടുത്താണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ബയേഴ്സിൻ്റെ വോളിയം, സെല്ലേഴ്സ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ബയേഴ്സ് നല്ലൊരു സ്ട്രെങ്ത്, ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് 60% മുകളിലൊരു സ്ട്രെങ്ത് കാണാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ലൊരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിന് പുറമേ ഒരു റീസണായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ, പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ കൺസിഡർ ചെയ്തുകൊണ്ട് കൂടിയാണ് ഈ ഒരു എൻട്രി കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻട്രാഡേ സപ്പോർട്ടിനെ ബേസ് ചെയ്ത് നമുക്കൊരു ട്രേഡ് ചെയ്യാൻ നല്ലൊരു സപ്പോർട്ട് ഫോർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടു എന്നുള്ളത് ഈ ഒരു എൻട്രി എടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ടും നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിൽ ഇതെങ്ങനെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനി ഈ ഒരു ഇൻട്രാഡേ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഇൻട്രാഡേയിൽ നമ്മൾ സപ്പോർട്ടൊക്കെ ബേസ് ചെയ്ത് ഒരു എൻട്രികൾ എടുക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ട്രേഡ് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇൻട്രാഡേ നമ്മൾ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള ഒരു മാർക്കറ്റിൽ മാത്രം സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കാരണം നല്ല വോളറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് നല്ല വോളറ്റൈലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻട്രാഡേയുടെ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കൊരിക്കലും വർക്കാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള ഒരു മാർക്കറ്റിൽ, അത്യാവശ്യം സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടറായിട്ടുള്ള മാർക്കറ്റിലായിരിക്കും നമുക്ക് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ളൊരു പദങ്ങൾ തന്നെ നമുക്ക് കൂടുതൽ വാലിഡ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. റിസ്ക് റിവാർഡ് റേഷ്യോ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊരു റേഞ്ച് ബൗണ്ടഡ് മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിവാർഡ്, അതായത് വോളറ്റൈൽ മാർക്കറ്റിലുള്ളതുപോലെ തന്നെ ഒരു റിവാർഡ് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിവാർഡ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാതെ വരും. കാരണം നമുക്ക് ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൽ നമ്മൾ എപ്പോഴും സാധാരണഗതിയിൽ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ 1:3 എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ
2 രൂപ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ മിനിമം ഞാൻ 6 രൂപ പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. അതായത് 469 രൂപ വരെ ഈ ഒരു സ്റ്റോക്ക് പോയി കഴിഞ്ഞാലാണ് എനിക്ക് 1:3 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ കൺസിഡർ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു മൂവ്മെൻ്റ് ആണ് ഇന്നത്തെ മാർക്കറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ 1:3 ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് എത്താനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോയിലും ഒരു പ്ലാൻ ചേഞ്ച് ഞാൻ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റേഞ്ച് ബോർഡഡ് മാർക്കറ്റിലാണ് അങ്ങനത്തെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡിലാണ് എന്നുണ്ടെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ എൻട്രി പ്രൈസ് ട്രിഗറായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 461 രൂപ ഫിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ പയ്യെ നമുക്കൊരു മൂവ്മെൻറ്റ് വരുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് പ്രൈസിൽ ചേഞ്ച് ചെയ്ത് വരുത്തി മിനിമം 465 രൂപയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുകളിൽ എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രോഫിറ്റായിട്ടും കൺസിഡർ ചെയ്യാം. ഇനി ഇന്നത്തെ ഒരു ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കായിട്ട് നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി പ്രൈസ് ട്രിഗർ ആയത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം അതിൻ്റെ റീട്രേസ്മെൻറ്റിലാണ് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി പ്രൈസ് ട്രിഗർ ആയത്, ഇന്നത്തെ ഒരു എൻട്രി പ്രൈസ് ട്രിഗർ ആയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും റീട്രേസ്മെൻറ്റിലായതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചുള്ള ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മിസ്റ്റേക്കാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്കുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റോക്കും ബയേഴ്സും എല്ലാം തന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി നമുക്കൊരിക്കലും ചതി വരത്തില്ല എന്ന് നമുക്ക് തന്നെ വിചാരിക്കാം. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് പ്രൈസ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 465 രൂപ, 466 രൂപ വരെയൊക്കെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് നടന്ന് 465 രൂപ എത്തിയപ്പോൾ നമ്മുടെ ടാർഗറ്റ് പ്രൈസ് ഹിറ്റ് ചെയ്ത് എൻട്രി എക്സിറ്റായി. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ടൊക്കെ വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.